ഹായ് ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ആട്ടോ. കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്തതിൽ നിന്നും കോളിഫ്ലവർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ ചില്ലി ചിക്കൻ മിക്സാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ അളവിലെങ്കിലും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വേണമെന്ന് തോന്നിയാൽ കടലപ്പൊടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കോളിഫ്ലവർ വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാവാൻ വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് കോളിഫ്ലവർ വറുക്കാൻ. ഒരുപാട് കരിഞ്ഞു പോകുന്ന രീതിയിലോട്ടാവരുത്, നല്ലൊരു മൊരിഞ്ഞ് വരുന്ന രീതിയിലോട്ട് മാത്രമേ കോളിഫ്ലവർ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് ക്യാപ്സിക്കം, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, സ്പ്രിംഗ് ഓണിയൻ ഇവയാണ് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും 1 സവാള സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതും കൂടി ചേർത്ത് എണ്ണയിലിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല രീതിക്ക് തന്നെ ഇത് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ടു വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സവാള നല്ല രീതിക്ക് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യം 1 തണ്ട് കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് വെന്ത് പോകരുത്. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഇത് വഴറ്റിയെടുക്കാൻ പാടുള്ളൂ. വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യം വൈറ്റ് കളർ എള്ളാണ്. എള്ളും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള മെയിൻ സാധനമാണ് നമ്മുടെ ഈ സോസ്. ഇത് ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ സോസ് നമുക്കിനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സോസിൽ ചൂട് കയറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസിലൊക്കെ സോസ് കവർ ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫൈനൽ സ്റ്റേജാണത് കോളിഫ്ലവർ ആഡ് ചെയ്യൽ. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ സോസ് കോളിഫ്ലവറിൽ പിടിക്കുന്ന ടൈം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്